അതെ, ഉമ്മൻചാണ്ടിക്ക് ആരും ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല. നൽകുകയാണെങ്കിൽ അത് മനുഷ്യസ്നേഹത്തിനാകുമെന്ന്. കാരണം ചുറ്റുമുള്ള ഓരോ മനുഷ്യനെയും എങ്ങനെ സഹായിക്കാം എന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ജീവിതം സമർപ്പിച്ചതും. അധികാരം എന്ന വാക്കിലുള്ള ഗർവത്തിനെയും പിടിച്ചെടുക്കൽ സ്വഭാവത്തിനെയും ഇല്ലാതാക്കി അതിനെ മനുഷ്യരുടെ വേദനകൾ പരിഹരിക്കാനുള്ള ഉപകരണമാക്കിയെടുക്കുന്ന ഒരു പ്രതികരണമാണ് ഉമ്മൻചാണ്ടിക്ക് ചുറ്റുമുള്ള മനുഷ്യ സമ്മേളനങ്ങൾ. അടുത്ത പരിചയമുണ്ടെങ്കിലും അദ്ദേഹവുമായി എൻ്റെ ദീർഘകാല സൗഹൃദം രൂപപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. സ്വന്തമായി മൊബൈൽ ഫോണില്ലാത്ത മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ അപൂർവകളിൽ ഒന്ന് മാത്രം. എന്നും ഏത് പാതിരാവും അദ്ദേഹത്തെ ആരുടെയും ഒക്കെ ഫോണിലൂടെ ലഭ്യമായിരുന്നു. എനിക്ക് മാത്രമല്ല, ലോകത്തെ ഏത് കോണിലുള്ള മലയാളികൾക്കും വിളിക്കാമായിരുന്നു എന്നും ഉമ്മൻചാണ്ടി. വേനൽക്കാലത്ത് കേരളം കുടിനീരിന് ദാഹിക്കുന്നത് കണ്ടപ്പോൾ താളം തട്ടി മിടിച്ചിരുന്ന കുരുന്ന ഹൃദയങ്ങളുടെ സ്പന്ദനം വീണ്ടെടുക്കുന്നതിന് സഹായം വേണ്ടി വന്നപ്പോൾ, വെളിച്ചത്തിലേക്കുള്ള വഴിയിൽ കാഴ്ചപരിമിതിയുടെ കൈ പിടിക്കേണ്ടി വന്നപ്പോൾ, അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനവുമായി ഞാൻ ചെന്നത് ഉമ്മൻചാണ്ടിയുടെ മാത്രം അടുക്കലേക്കാണ്. സഹായിക്കാൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന മേൽവിലാസം ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഒരു ഒപ്പിൽ, ഒരു ഫോൺ കോളിൽ അദ്ദേഹം അനേകാര്യവും കണ്ണീരൊപ്പുന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് പലവട്ടം. ഒരു വട്ടമല്ല, പലവട്ടം.